ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെ നമുക്കൊരു ലെമൺ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന്, 2 തക്കാളി, ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ലെമൺ റൈസ് നമ്മൾ പൊതുവേ മലയാളികൾ ഉണ്ടാക്കുന്നത് ഈ ദൂരയാത്രയ്ക്കൊക്കെ പോകാനായിട്ട് പൊതുവേ ഉണ്ടാക്കാറുള്ളത്, ചോറ് കേടാകാതിരിക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട്. അപ്പം ആ ഒരു മോഡലിലല്ല, ഇത് സൗത്ത് ഇന്ത്യൻ ഡിഷായിട്ട് വരും. അതായത് നമ്മൾ കർണാടകയിൽ, ഞാൻ മൈസൂറാണ് പഠിച്ചതൊക്കെ, അപ്പോൾ കർണാടകയിൽ ഇതിന് ചിത്രാന എന്നാണ് പറയുന്നത്. അവരുണ്ടാക്കുന്ന സ്റ്റൈലിലല്ല കേട്ടോ, അവരുണ്ടാക്കുന്നത് ഇതിലും ടേസ്റ്റാണ്. അപ്പം ആ ഒരു സ്റ്റൈലിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്, വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം അതിന് ഞാൻ ഉരുളിയിൽ എണ്ണ ഒഴിച്ചു. എണ്ണയും നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. കടുക്, ഉഴുന്നുപരിപ്പ്, ഇത് നമ്മുടെ പരിപ്പുണ്ടെങ്കിൽ, ചെറുപയർ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചാൽ അതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ കയ്യിൽ കടല ഉണ്ടായിരുന്നു, കടലയും കൂടെ ചേർത്തു. ആ ഒരു കടല ഒന്ന് ചെറിയ കളർ മാറി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഒരു 8-10 അല്ലി ചെറുതായിട്ട് അരിഞ്ഞതുണ്ടായിരുന്നു. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കൊത്തി അരിഞ്ഞത്, അതേപോലെ തന്നെ ചതച്ചിട്ടാലും മതി. ചതച്ചിടുക മീൻസ് വലിയ കഷ്ണം ചതച്ചിടരുത്, ചെറിയ രീതിയിൽ ഉണ്ടാവണം. നമ്മൾ ചോറുണ്ണുമ്പോൾ ഇഞ്ചി കടിക്കാൻ പാടില്ല, ആ ഒരു പരുവത്തിൽ. പിന്നെ പച്ചമുളകും കൂടെ ഞാനതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് ഭയങ്കരമായിട്ട് മൂത്ത് വരണ്ട, ജസ്റ്റ് ആ ഒരു ഉള്ളിയുടെ ഒന്ന് വഴന്ന് വരുന്ന, അതായത് ആ ഒരു ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ ഉണ്ടാവണം. അതേപോലെ തന്നെ ഒത്തിരി കരിഞ്ഞും പോകാൻ പാടില്ല. ഒരു സോഫ്റ്റായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാം. തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി, 2 ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ അത് തന്നെ ധാരാളം. അതും കൂടെ ചേർത്തിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വേണം വരാനായിട്ട്. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. മല്ലിയില ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കസൂരി മേത്തി ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്തിട്ട്, അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വേറൊരു രീതിയാണ്. മല്ലിയില ആണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്, അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞുകൊണ്ടാണ് ഞാനിത് ചേർത്തത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും, ചോറ് ചേർക്കുന്നതിന് മുമ്പ് നോക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി, അപ്പം അതും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ആ മഞ്ഞൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടിയായിരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ജീരകമാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കടുക്, ഉഴുന്നുപരിപ്പും ചേർത്ത ആ ഒരു സമയത്ത് തന്നെ ജീരകവും ഒരു ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇതിന് നല്ല രീതിയിൽ സ്വാദ് നൽകും കേട്ടോ. അപ്പം ഉള്ളി, നമ്മുടെ ചേർത്ത പൊടികൾ, തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു നാരങ്ങയുടെ പകുതി, അതായത് ഒരു നാരങ്ങ മുറിച്ച് അതിൻ്റെ പകുതി നീര് പിഴിഞ്ഞ് അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ആദ്യമേ ഇങ്ങനെ നാരങ്ങ നീര് ചേർക്കുമ്പോൾ കയ്പ്പ് തോന്നത്തില്ലെന്ന്. പക്ഷേ കയ്പ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ റൈസ് വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോങ് ഗ്രെയിൻ റൈസ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അതല്ല, നമ്മളുടെ കയ്യിൽ സാധാ അരിയാണുള്ളതെങ്കിലും സാധാ അരി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചേർത്തിരിക്കുന്ന ഈ ഗ്രേവിയും എല്ലാം കൂടെ, റൈസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. നെയ്യ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ നന്നായിരിക്കും. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ചോറിൻ്റെ വേവ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ എല്ലാം മിക്സ് ചെയ്തു. ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. അച്ചാറിൻ്റെ കൂടെയോ സാലഡിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.